ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ ഒരു തബ്നെയിൽ കാണുമ്പോൾ തന്നെ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ഫുള്ളായി കണ്ടിട്ട് എന്ത് റീസൺ കൊണ്ടാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇടണം. എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു അപ്പെക്സ് ടോക്കനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ 2 മിസ്റ്റേക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ വായിന്ന് അപ്പെക്സിൻ്റെ പകരം അപ്പെക്സ് പ്രോട്ടോക്കോളിന്ന് ഇടയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പെക്സ് പ്രോട്ടോക്കോളും അപ്പെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണും ഡിഫറൻ്റ് ആണ്. ഈവൻ അപ്പെക്സ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് അപ്പെക്സിനേക്കാളും വളരെ നല്ലൊരു പ്രൊജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു തെറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഞാൻ സോറി പറയുന്നു, ഇല്ലെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ തെറ്റെന്ന് പറഞ്ഞാൽ ഇത് മേജർ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളൊന്നും ലിസ്റ്റ് ആയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേജർ എന്നൊരു വേർഡ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അത് തെറ്റും ഞാൻ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഏതൊരു എക്സ്ചേഞ്ചിലും അത് ലിസ്റ്റ് ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, നിങ്ങളുടെ അപ്പെക്സ് ടോക്കൺ ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇന്ന് സംസാരിക്കുന്ന ഈ ഒരു ടോപ്പിക്ക് അപ്പെക്സ് ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രൊജക്റ്റ് അവർ ബിറ്റ്മാർട്ടിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, എൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, സൂമെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ XT എന്ന് പറഞ്ഞിട്ടുള്ള .com എക്സ്ചേഞ്ചിൽ അവർ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് ഇതിൽ ബിറ്റ്മാർട്ട് മാത്രമായിരിക്കും നിങ്ങൾ കൂടുതൽ ആൾക്കാരും കേട്ടിട്ടുണ്ടാവുക. എൽ ബാങ്ക് കേട്ടിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് അതൊരു ന്യൂ ആയിരിക്കും. അതേപോലെ തന്നെ സൂമെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവില്ല. XTI.com ചിലരും ഈ ഒരു ക്രിപ്റ്റോ ഫീൽഡിലൊന്നും അധികം യൂസ് ചെയ്യാത്ത ആൾക്കാരൊന്നും തീർച്ചയായിട്ടും ഈ ഒരു എക്സ്ചേഞ്ചുകളൊന്നും കിട്ടില്ല. അപ്പോൾ ആൾറെഡി തന്നെ മേജർ എക്സ്ചേഞ്ച് ഏതൊക്കെയാണ്? ബൈനാൻസ്, അതേപോലെ തന്നെ നമുക്ക് മേജർ അതിൻ്റെ സെക്കൻഡ് എടുത്തെന്ന് പറഞ്ഞാൽ ബൈബിറ്റ്, അതേപോലെ തന്നെ മെക്സി, അങ്ങനെയുള്ള ഒരുപാട് കിടക്കുന്നുണ്ട്. നമ്മുടെ ആൾറെഡി തന്നെ ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഫസ്റ്റ് നോക്കണം. അപ്പെക്സ് ടോക്കണിൻ്റെ ഒരു ഫൗണ്ടർ എടുത്തെന്ന് പറഞ്ഞാൽ അഭിജിത്ത് മാണി എന്നാണ് പേരുന്നത്. നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയാണ്, കേരളത്തിൽ നിന്നാണ് ഇയാൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അപ്പെക്സ് ടോക്കൺ സ്കാം ആണോ റിയൽ ആണോ എന്ന് പറഞ്ഞ് ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവും ഒരുപാട് ആൾക്കാരിൽ നിന്ന് പൈസ പോയ ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെഗറ്റീവിൽ ഒരു കാര്യം അറിയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്, തെറ്റുകൾ പറയുന്നുണ്ട്, അത് ഇതെന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ഒരു തുടർച്ചയായിരിക്കും ഈ ഒരു വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് എന്താണ് ക്ലിയർ ആൻഡ് നീറ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതൊരു നല്ല പ്രൊജക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ എന്താണെന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ കോർ എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ടോക്കണോമിക്സ് എടുത്തു, റോഡ് മാപ്പ് എടുത്തു, ഇതിൻ്റെ വിഷൻ, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കോർ എന്ന് പറഞ്ഞാൽ ഇത് ലിസ്റ്റ് ചെയ്യും, ഒരു Web3 പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ടോക്കൺ കൊണ്ടുവരും, ടോക്കൺ കൊണ്ടുവന്ന് ഇതിനൊരു യുട്ടിലിറ്റി നിലനിർത്തും. യുട്ടിലിറ്റി നിലനിർത്തിയിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും മേജറായിട്ടുള്ള ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ 2021 അതേപോലെ തന്നെ 2022 നവംബറിലൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു പ്രൊജക്റ്റ് വന്നിട്ടുള്ളത്. കറക്റ്റായിട്ടുള്ള ആ ഒരു ഡേറ്റ് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എപ്പോഴാണോ കറക്റ്റായിട്ട് നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് ലിസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ആൾമോസ്റ്റ് 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു 2 വർഷം കൊണ്ട് അവർ തീർച്ചയായിട്ടും ബൈനാൻസിൽ കൊണ്ടുവന്നിട്ടില്ല. അവരാകെ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് 2 മാസം 3 മാസം 4 മാസം മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയാണ്. ഈ കൊണ്ടുവന്നത് ഈ ഒരു ബിറ്റ്മാർട്ടും എൽ ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ചാണ്. അപ്പോൾ ഈ ഒരു ബിറ്റ്മാർട്ടും എൽ ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സ്ചേഞ്ച് ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യയിൽ നടക്കുന്ന റൂൾ പ്രകാരം FIA എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ FIU എന്ന് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഒന്നും അവർ മെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ഏതൊക്കെയാണ് ഈ ഒരു FIA മെറ്റ് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ചുകൾ എന്ന് ചോദിച്ചാൽ ഒന്ന് ബൈനാൻസ് ആണ്, ഒന്ന് CoinCX ആണ്, അതേപോലെ തന്നെ ഒന്ന് KuCoin ആണ്. അപ്പോൾ ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു 3 എക്സ്ചേഞ്ചിലും ഇവർ എന്ത് ചെയ്യും, കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം. അത് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ കൊണ്ടുവരാൻ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അവർ പറയുന്ന ഒരു വിഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 രീതിയിൽ ടോക്കൺ സപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോഴാണ് ഈ ടോക്കണിൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് വിഷൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വിഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ടോക്കൺ ഞങ്ങൾ പതുക്കെ സപ്ലൈ ചെയ്യണം. വളരെയധികം കുറച്ച് ടോക്കൺ മാത്രമാണ് ഇപ്പം മാർക്കറ്റിൽ എത്തിയിട്ടുള്ളൂ. ഇതൊന്നും 1% തീർച്ചയായിട്ടും 1% ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 30 ബില്യൺ ടോക്കണാണ് അവർ ടോട്ടൽ സപ്ലൈ ചെയ്യുന്നത്. ആൾമോസ്റ്റ് 37 മില്യൺ മാത്രമാണ് നമ്മുടെ മാർക്കറ്റിൽ കിടന്ന് കളിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ കിടന്ന് കളിക്കുക ഇനിയും നിങ്ങൾക്ക് ഒരുപാട് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ് ഈ ഒരു ടോക്കൺ റിലീസ് ചെയ്യാൻ തന്നെയാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അതിലവർ 2 മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡീസെൻട്രലൈസ് ആയിട്ടും അതേപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഡീസെൻട്രലൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡീസെൻട്രൽ വാലറ്റിൽ ഈ ടോക്കൺ വാങ്ങി വെച്ച് ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്കൊരു കമ്മീഷൻ. അതല്ലെങ്കിൽ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഫിലിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം, നിങ്ങളൊരു ടീം ബിൽഡപ്പ് ചെയ്യുന്നു, നിങ്ങളുടെ ടീമിൽ താഴെ ഒരുപാട് ആൾക്കാർ ചേർത്തുന്നു. അപ്പോൾ ഈ ചേർക്കുന്ന ആൾക്കാർക്കും ഒരു MLM സ്കീം ആൾറെഡി തന്നെ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന രീതിയിൽ തന്നെ എന്താണ് ഫോർ എവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തട്ടിപ്പൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേ സ്കീം തന്നെ നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അപ്പോൾ അതിനൊരു സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോം അവർ ഓൺ പ്ലാറ്റ്ഫോം ആയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുകയെന്ന് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ. നിങ്ങൾ എത്രത്തോളം അതിൽ ആൾക്കാരെ ചേർത്തുന്നോ അതിന് ഒരു കമ്മീഷൻ, സ്റ്റേക്കിംഗ് പ്രോഫിറ്റിൻ്റെ ഒരു കമ്മീഷൻ മേലെയുള്ള ആൾക്കാർക്ക് കിട്ടും. നിങ്ങൾ 10 ആൾ ചേർത്തിയെന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിന്ന് ആൾക്കാർക്ക് വളരെയധികം പ്രോഫിറ്റാണ്
ആണ് കിട്ടുക. വളരെയധികം അയാൾ പൈസ ഇട്ടില്ലെങ്കിലും അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് തന്നെ അയാൾക്ക് ജീവിക്കാനുള്ള ഒരു പൈസ കിട്ടും. ആ ഒരു രീതിയിലാണ് ഇവർ എന്ത് ചെയ്തത്, പ്രൊമോട്ട് ചെയ്തത്. അടുത്തത് അവർ പറഞ്ഞിട്ടുള്ള അവൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ അതിന് യൂട്ടിലിറ്റി കൊണ്ടുവരും. അപ്പോൾ എന്താണ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ആൾറെഡി തന്നെ നിങ്ങൾ പൈക്കോയിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. പൈക്കോയിൻ എന്ന് പറയുന്നത് ഒരുപാട് യൂട്ടിലിറ്റി കൊണ്ടുവരുന്ന അവർ പറഞ്ഞിട്ടുണ്ട്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾറെഡി യൂസ് ചെയ്യുന്ന സാധാരണ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ അല്ലെങ്കിൽ മാർക്കറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ കടയിൽ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങുന്ന രീതിയിൽ തന്നെ ഈ ടോക്കൺ കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റണം. അങ്ങനെ വാങ്ങാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇതിനെന്താണ്, യൂട്ടിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന യൂട്ടിലിറ്റി വിഷൻ ഇല്ലെങ്കിൽ യൂട്ടിലിറ്റി സ്ട്രാറ്റജികൾ ഫസ്റ്റത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ റീസെൻ്റ്ലി അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്, ഇല്ലെങ്കിൽ ഒരു ബെറ്റ് പേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതൊക്കെ ഒഫീഷ്യലി ആണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രത്തോളം നല്ലൊരു പ്രൊജക്റ്റ് ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഇന്നലെ തന്നെ നിങ്ങളൊരു ന്യൂസ് കേട്ടിട്ടുണ്ടാവും. ബെറ്റിംഗ് പ്ലാറ്റ്ഫോമുകളും ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളും പൈസ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ എന്താവാൻ പോവാണ്, ബാൻഡ് ആവാൻ പോവാണ്. ആകെ EA സ്പോർട്സിൻ്റെ പ്ലാറ്റ്ഫോമുകൾ മാത്രമാണ് ഇനി നമുക്ക് ഫ്യൂച്ചറിൽ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ആ ഒരു വിഷൻ അവർക്ക് അവിടെ എന്തായി, കട്ടായി. ആദ്യം തന്നെ അവരെടുത്തിട്ടുള്ള ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഈ ടോക്കൺ കൊടുത്ത് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെ ബെറ്റ് പേ എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം അവർ കൊണ്ടുവരാൻ പോകുന്നത് ഹെൽത്ത് പരമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളെന്നാണ് റീസെൻ്റ്ലി ഞാൻ കേട്ടിട്ടുള്ള ഒരു ന്യൂസ്. അപ്പോൾ ഈ ഹെൽത്ത് പരമായിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അതും എന്താണ്, ഒരു പ്രൊജക്റ്റ് വൈസ് ആയിരിക്കും. ഒരു കോയിൻ കൊണ്ടുവരുന്ന പ്രൊജക്റ്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ വേറൊരു പ്രൊജക്റ്റ് ആയിരിക്കാം. അവർ പറഞ്ഞിട്ടുള്ള ഒരു റിങ്ങിൻ്റെ ഇതാണ് NFT ബേസ് ആയിരിക്കാം എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതും എന്താണ്, നമ്മുടെ അവിടെ നിലനിൽക്കില്ല, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കില്ല. ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന് ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് എന്നുള്ളൊരു കാര്യം. ആ കാര്യം കൂടി ഞാൻ വരുന്നുണ്ട്. ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പറയുക. ഇവിടെ കാണുന്ന ഈ താഴെ കാണുന്ന ഈ ഒരു അവർ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതാണോ ഇത് പാർട്ട്നേഴ്സ്? ഇത് എക്സ്ചേഞ്ചിൻ്റെ പേരാണ്. ഇതിലൊക്കെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവാം എന്ന് പറയുന്ന ഒരു കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളൂ. ഈ കമ്പനിക്ക് ആരാണ് ഫണ്ട് കൊടുക്കുന്നത്, ഈ കമ്പനിക്ക് ആരാണ് ഫണ്ട് കൊടുത്ത് ഇതിനൊരു കോയിൻ ഉണ്ടാക്കിപ്പിച്ചതും ഈ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്തതും ആരാണ്, ഇതിന് ഒഫീഷ്യലി ഒരു ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ആൾറെഡി തന്നെ നിങ്ങൾക്ക് ഇതിന് ലൈസൻസ് ഉണ്ടോ ഇല്ലെങ്കിൽ ഇത് അമേരിക്കയിലെ ലീഗലാണോ നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പച്ചയായിട്ട് കുറേ രീതിയിൽ ഇല്ലെങ്കിൽ കുറേ വെബ്സൈറ്റുകൾ കാണാൻ പറ്റും ഇത് സ്കാം ആണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സ്കാം എന്ന് പറഞ്ഞാൽ UK രജിസ്റ്റർ ചെയ്തു, അതേപോലെ തന്നെ വെളിയിൽ രജിസ്റ്റർ ചെയ്തു, ദുബായിൽ ഇത് റൺ ആവുന്നുണ്ട്, അതിലൊരു പാർട്ട്ണർ അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്തുകൊണ്ട് അവർ അവിടെ ടാർഗറ്റ് ചെയ്യുന്നില്ല, ഇന്ത്യത്തെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നു? പിന്നെ ഞാനിവിടെ മെയിനായിട്ട് കണ്ടിട്ടുള്ളൊരു വേറൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ആൾറെഡി ഇവരുടെ ഒരു മെയിൻ വിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇത് എന്താണ്, ഒരുപാട് ആൾക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലവർ സക്സസ് ആയോ? തീർച്ചയായിട്ടും സക്സസ് ആയിട്ടില്ല. ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഈ സാധാരണ കമ്മ്യൂണിറ്റിയും സാധാരണ ആൾക്കാരും ചെറിയ ആൾക്കാർ മാത്രമാണ് ഇവൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും ജോയിൻ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ജോയിൻ ആയിട്ടുള്ള ആൾക്കാർ വെറും മൗത്ത് പ്രൊമോട്ടിൻ്റെയാണ്. ഒരാളോട് ഞാൻ ഇതിൽ ചെയ്തു, ഞാൻ ഇന്നലെ വേറെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ കാറ് വാങ്ങി, ഞാൻ ബൈക്ക് വാങ്ങി, എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടി, എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റേബിളായി, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരാളെ നമ്മൾ ചേർത്താണ്. അപ്പോൾ ഒരുപാട് ഒരാൾക്കാരനെ ചേർത്തുന്നു, അയാൾ വേറെ ഒരാളോട് പറയുന്നു. ഇതാണ് അവർ പറഞ്ഞിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ഇവർ എന്ത് ചെയ്തില്ല, മേജറായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമുകളും കമ്മ്യൂണിറ്റി, ഡിസ്കോഡ്, ട്വിറ്റർ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമുകളും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏതൊരു Web3 പ്രൊജക്റ്റ് ഇങ്ങനെയുള്ളൊരു സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമും ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ലിസ്റ്റ് ആവാൻ പോകുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു ബിനാൻസിലേക്ക് എയിം ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഇവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ സാധാരണ ഈ ഒരു കുറച്ച് 3000-4000 പേരുള്ള കമ്മ്യൂണിറ്റി അല്ല ഞാൻ പറയുന്നത്. 10,000, 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും ഉള്ള ആൾക്കാരുടെ കമ്മ്യൂണിറ്റിയാണ് ഞാൻ പറയുന്നത്. ഈവൻ ഹാംസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെലിഗ്രാം പ്രൊജക്റ്റ് നിങ്ങൾ എത്ര ആൾക്കാർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു അപെക്സ് ടോക്കണിൻ്റെ വീഡിയോ കാണുന്നവർ ഒക്കെ ഞാൻ പറയുന്ന ഒരു ഏജ് ലിമിറ്റും കൂടി ഉണ്ട്, ആ കാര്യം പറയാം. അപ്പോൾ ഈ ഹാംസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ടോക്കൺ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ചിലവർ കേട്ടിട്ടുണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ ഈ ടെലിഗ്രാമിൽ ടാപ്പ് ചെയ്തിട്ട് അപ്പോൾ അവർ വരെ ഈവൻ ബിനാൻസിൽ ലിസ്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്? അത്രത്തോളം ഫണ്ടും ബാക്കപ്പ് ചെയ്യാനും പാർട്ട്നേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു പാർട്ട്നേഴ്സ് പറഞ്ഞാൽ ഇവരിൽ അതിൽ ഫണ്ടൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല, ഇവർ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണ്, ഇവരിന് ആരാണ് ബാക്കപ്പ് ചെയ്യുന്നത്, ഇവർക്ക് ആരാണ് ഫണ്ട് കൊടുക്കുന്നത്, ഇവർക്ക് എത്രത്തോളം സീഡ് ഫണ്ട് കൊടുത്തു, അങ്ങനെയുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ ടോക്കണോമിക്സ് എടുത്തു കൊടുക്കുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എയർ ഡ്രോപ്പ് സെഷൻ ഉണ്ട്, നിങ്ങൾക്ക് തരാൻ പോകുന്ന ടോക്കൺസ് എന്ന് പറഞ്ഞിട്ട് ഈ കമ്മ്യൂണിറ്റിക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടും. അപ്പോൾ 15 ബില്യണോളം കമ്മ്യൂണിറ്റി കൊടുക്കാമെന്ന് പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്, ഇതിൽ സ്റ്റേക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ആൾക്കാർ കൂടുതൽ സ്റ്റേക്ക് ചെയ്യുമോ, അവിടെ തന്നെ അവൻ്റെ പ്രൊമോഷൻ ഫെയിലാണ്. അപ്പോൾ അടുത്തത് ബെറ്റ് പേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ കൊണ്ടുവന്നതും അവിടെ പേ ചെയ്യാമെന്ന് പറയുന്നു, അതും ഫെയിലായി കഴിഞ്ഞു. അപ്പോൾ ഇതിനൊരു വിഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും കാണാൻ പറ്റില്ല. ഇനി ചിലവർ ചോദിച്ചു
ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്, വില കൂടിയാലും താഴ്ന്നാലും ഇത് സ്കാമാണോ? ഞാൻ ഒരിക്കലും അത് സ്കാമാണെന്ന് പറയില്ല. പക്ഷേ ഈ രീതിയിൽ പറഞ്ഞ സ്കാമാണ്. ആ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സ്വയപ്രകാരം ഇല്ലെങ്കിൽ ഞാൻ സ്വയം പ്രകാരം ഞാനൊരു കോയിൻ വാങ്ങുകയാണ്, എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ വാങ്ങുന്നത്, ഞാൻ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, പൈസ പോയാലും പോയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞ് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റായ കോയിൻ ഞാൻ അതിൽ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, എൻ്റെ പൈസ പോകുന്നു. അപ്പം ഞാൻ ആരോടാണ് കുറ്റം പറയുക? എൻ്റെ അടുത്ത് തന്നെ, നീ നോക്കി ചെയ്തില്ലല്ലോ എന്നുള്ളൊരു കാര്യമാണ് പറയുള്ളൂ. പക്ഷേ ഞാൻ പോയിട്ട് എൻ്റെ കൂട്ടുകാരനോട് ഞാൻ അതിൽ പൈസ ഇട്ടടാ, പൈസ ഇട്ടെന്ന് പറഞ്ഞാൽ 100% ഇതിന് പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ എന്തായാലും ഇതിൽ ഇട്ടെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാം, ഇല്ലെങ്കിൽ ദിവസേന നമുക്കൊരു ഷെയർ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു വാല്യൂ ഉള്ള സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, ഇതിൽ നീ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. 100% അഷ്യൂറൻസ് ആരാണ് കൊടുക്കുന്നത്? എനിക്ക് തന്നത് എൻ്റെ തൊട്ട് മേലെയുള്ള ഒരാളാണ്. അപ്പോൾ ആ മേലെയുള്ള ആൾക്കാർ ആരാണ് കൊടുത്തത്? അതിൻ്റെ മേലെയുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ മേലെയുള്ള ആൾക്കാരാണ് കൊടുത്തത്? അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ CEO ആണ്, ഈ ഒരു കമ്പനിയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ വേടിപ്പിച്ച് അവൻ 10 ലക്ഷത്തിനും 1 ലക്ഷത്തിനും വാങ്ങുന്ന ഈ ഒരു അപ്പെക്സ് ടോക്കൺ എന്ന് പറയുന്ന ടോക്കൺ അതിന് 1% ആയിട്ടുള്ള വാല്യൂയിലേക്ക് അതിൻ്റെ 4% അല്ലെങ്കിൽ 3% ആയിട്ടുള്ള താഴോട്ട് ഡൗൺ ആകുമ്പോൾ അത് സ്കാം ആണോ അല്ലയോ? അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നുള്ളൊരു കാര്യമാണ്. എന്താന്ന് പറഞ്ഞാൽ അത്രത്തോളം എനിക്ക് ഈ ഒരു അപ്പെക്സ് ടോക്കനെ പറ്റി സംസാരിച്ചാലാണ് എനിക്ക് വ്യൂസ് കിട്ടുക എന്നുള്ളൊരു കാര്യമില്ല. ഞാൻ ആൾറെഡി തന്നെ ടെലിഗ്രാം പ്രൊജക്റ്റ് വെച്ച് സംസാരിച്ചാൽ എനിക്ക് ഒരുപാട് വ്യൂസ് കിട്ടും. ഞാൻ ഇപ്പോൾ റീസെൻ്റ് നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നല്ല കണ്ടൻറ്റ് ഒരുപാട് ആൾക്കാർക്ക് എത്തിയില്ലെങ്കിലും ഞാൻ കൊടുക്കുന്നത് നല്ല കണ്ടൻറ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഈ ഒരു അപ്പെക്സ് ടോക്കന് പൈസ വാങ്ങി പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് ഒരു തീരെ താല്പര്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കമൻറ്റുകളുണ്ട്. പൈസ വാങ്ങി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ക്വാണ്ടം വാലറ്റിൻ്റെ പ്രൊമോഷൻ പോയില്ലായിരുന്നു, അതേപോലെ തന്നെ ഫോർ എവർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ പ്രൊമോഷൻ പോയില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രൊമോഷൻ, $500 പ്രൊമോഷനാണ് ATO എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ക്വാണ്ടം വാലറ്റിൽ ഈ സെയിം മെത്തേഡ് ഓഫ് പ്രൊജക്റ്റ് നിങ്ങളുടെ അപ്പെക്സ് ടോക്കൺ പോലെ തന്നെ ഉള്ളൊരു പ്രൊജക്റ്റ് എനിക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. ഈവൻ 6K സബ്സ്ക്രൈബർ ഉള്ളവർ എനിക്ക്. അപ്പോൾ ഈ അപ്പെക്സ് ടോക്കണും ATO ടോക്കണും എടുത്തെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഡിഫറൻ്റ് ഉണ്ട്. അവരുടെ പ്രൊജക്റ്റ് ഇന്ന് നിൽക്കുന്നത് വളരെയധികം ടോപ്പിലെന്ന് പറഞ്ഞാൽ അവർ ചൂസ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ടെലിഗ്രാം ആയിക്കോട്ടെ, ട്വിറ്റർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ വളരെയധികം ലാക്ക് കണക്കിനായിട്ടുള്ള ഒരു ആൾക്കാരിന് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു. അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള റീസെൻ്റ്ലി വന്നിട്ടുള്ള എയർ ഡ്രോപ്പ് കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ അവർ കൊണ്ടുവന്ന് ബിൽഡ് ചെയ്തു. അപ്പോൾ ഇവർക്ക് ഫസ്റ്റ് തന്നെ ഫെയിൽഡ് ആയത് ഇതിൻ്റെ പ്രൊമോട്ടിംഗ് ആണ്. എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അവിടെ തന്നെ അവർ ഫെയിലാണ്. അപ്പോൾ ഇതിനൊരു വിഷയം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതേപോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റ് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ഈവൻ നിങ്ങളൊരു ടെലിഗ്രാമിൽ ഇപ്പോൾ ഒരു ടെലിഗ്രാം പ്രൊജക്റ്റ് ഇപ്പോൾ അല്ലെങ്കിൽ ആൾറെഡി ഞാൻ അതിൻ്റെ ഒരു ഏജിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഒരു ഏജിങ് കാര്യത്തിൽ ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ആരെയാണ്? ഒരു 40 ഏജുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു 50 ഏജുള്ള ആൾക്കാരിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കാണുന്നവരും എൻ്റെ കമൻറ്റിൽ ഇടുന്ന ആൾക്കാരും ഈ ഒരു ഏജ് പീരീഡിലാണ്. നിങ്ങൾ സാധാരണ ഇപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്? ഞാൻ ഈ ഒരു 1.5 വർഷം ഈ ഒരു ടെലിഗ്രാമിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ടെലിഗ്രാമിൻ്റെ അല്ലെങ്കിൽ ടെലിഗ്രാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിപ്റ്റോൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം. അതും 100% ഉണ്ടെങ്കിൽ അതിൽ 20% എനിക്കറിയാം. അതേപോലെ തന്നെ ഈ താഴത്ത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ആ 20% അല്ല 0.5% പോലും ക്രിപ്റ്റോനെ പറ്റി അറിയാത്ത ആൾക്കാരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. മേ ബി അതിൽ പഠിച്ചവരുണ്ടാവും, അറിയുന്നവരുണ്ടാവും, എന്നെക്കാളും കൂടുതൽ അറിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്നെക്കാളും കൂടുതൽ അറിയുന്ന ആൾക്കാർ ഇതൊരു ബിറ്റ്കോയിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമാണുള്ളത്. അപ്പോൾ ബിറ്റ്കോയിനായിട്ടും അപ്പെക്സ് ടോക്കണായിട്ടും എന്തുകൊണ്ടാണ് കമ്പയർ ചെയ്യണ്ട എന്നുള്ളൊരു കാര്യം പറയുകയാണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു അപ്പെക്സ് ടോക്കൻ്റെ പ്രൈസാണ്. 0.00116 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൈസ്. ഇതിൻ്റെ മാക്സിമം സപ്ലൈ 30 ബില്യൺ ആണ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ വളരെയധികം കുറവാണ്. $48K മാത്രമാണ് ഇതിന് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. അപ്പോൾ ഇതിന് $100 $20 നിങ്ങൾ 12 ലക്ഷം രൂപ ഇട്ടത് ഇന്ന് 1 ലക്ഷം ആണെങ്കിൽ അത് വീണ്ടും 12 ലക്ഷം രൂപയാവണമെങ്കിൽ അതിൽ ആര് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം? ഒന്നില്ലെങ്കിൽ ആൾറെഡി ഇങ്ങനെയുള്ള സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമിൽ ആൾക്കാരിനെ ചേർത്തണം. അങ്ങനെ സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമിൽ ആൾക്കാരിനെ ചേർത്തിയാലും നിങ്ങൾക്ക് അത്രത്തോളം ഫണ്ട് ആവില്ല. അതേപോലെ തന്നെ ആൾറെഡി ഇതിൽ ചേർന്നിട്ടുള്ള ആൾക്കാരുടെ ഒരുപാട് ഹോൾഡിങ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ കമ്പനിയെങ്കിലും ഇതിൽ കൊണ്ടുവന്ന് ഇടുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞാൽ ആൾറെഡി ഹോൾഡിങ്സ് ഉള്ള ആൾക്കാർക്ക് പൈസ കൊണ്ട് കൊടുക്കുകയല്ലേ, അവർക്ക് എന്താണ് അത് വിൽക്കും. അങ്ങനെ വിൽക്കുന്ന അറിഞ്ഞ ഒരു വ്യക്തി അല്ലെങ്കിൽ വിൽക്കുന്ന അറിഞ്ഞ ഒരു കമ്പനി അതിൽ വീണ്ടും ഫണ്ട് കൊണ്ടിടുമോ? അപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കണം, അങ്ങനെ ഫണ്ട് കൊണ്ടിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു റിമൈൻഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ആൾറെഡി തന്നെ ഡെയിലി പ്രോഫിറ്റ് നമുക്ക് പൈസ ആയിട്ടാണ് കിട്ടുക എന്നുള്ളൊരു പറയുന്ന കാര്യം. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് USD ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കറൻസി ആയിട്ട് വേറൊരു കറൻസി ആയിട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വിശ്വസിക്കായിരുന്നു. അവിടെ അവർ പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി ചേഞ്ചാണ് നിങ്ങളെ എല്ലാവരുടെയും പെടുത്തിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് തരുന്നത് അവൻ്റെ സ്വന്തം ടോക്കണാണ്. അവൻ്റെ സ്വന്തം ടോക്കൺ മാർക്കറ്റിലേക്ക് വന്നു എന്ന് പറഞ്ഞ് ഇതിൻ്റെ വാല്യൂ കുറയല്ലേ ചെയ്യുക. നിങ്ങളിട്ട പൈസയും കൂടി അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അല്ലെങ്കിൽ അതിന് അത്രത്തോളം കമ്മ്യൂണിറ്റി സപ്പോർട്ട് വേണം.
അത്രത്തോളം ആൾക്കാർ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, അത്രത്തോളം ആൾക്കാർ ഇതിൽ വന്ന് പൈസ ഇടണം, എന്നാൽ മാത്രമാണ് ഇങ്ങനെ ടോക്കൺ തന്നാലും ആ ഒരു ടോക്കണ് വാല്യൂ മെയിൻറ്റെയിൻ ആയി പോവുള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ ഇതൊന്ന് വെലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെലിയുന്നത് കൊണ്ടാണ് ഈ ഒരു ടോക്കണ് ഇത്രത്തോളം വാല്യൂ കുറയാനുള്ള ഒരു കാര്യം അവിടെ കിടക്കുന്നത്. അപ്പോൾ ആൾറെഡി തന്നെ ഇങ്ങനെ കമ്പനി വെലിയുമ്പോൾ, ആൾക്കാർ വെലിയുമ്പോൾ സ്വന്തം കമ്പനി അല്ലെങ്കിൽ സ്വന്തം ഈ ഒരു കമ്പനീൻ്റെ ഈ ഒരു ടോക്കണിൻ്റെ വാല്യൂ കുറയുമ്പോൾ ആർക്കാണ് നഷ്ടം? ഈ ഒരു കമ്പനി മേലെയുള്ള ആൾക്കാണ് നഷ്ടം. ആ മേലെയുള്ള ആൾ എവിടെയൊക്കെ വിറ്റു, എങ്ങനെയൊക്കെ വിറ്റു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അത് ചിലവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, മേ ബി ഈ വീഡിയോ ഇഷ്ടപ്പെടില്ല. ഞാൻ ചോദിച്ചിട്ടുള്ളത്, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത്രത്തോളം ശതമാനം ശരിയാണെന്ന് തോന്നുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. ആ കുറച്ച് പേർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി, അപ്പെക്സിനെ പറ്റി ഇനി ഞാനൊരു വീഡിയോ ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് ആൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ചാർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കണ്ട. ഒരു 0.1 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ലിസ്റ്റ് ആയിട്ട് ഇപ്പം അത് കിടക്കുന്നത് 0.001 ആണ്. ഇനി അത് വീണ്ടും പ്രൈസ് കൂടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ കമ്പനി ഇടണം, ഇല്ലെങ്കിൽ നിങ്ങളെ പോലെ കമ്മ്യൂണിറ്റി ഇടണം. തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ഇടുന്ന എനിക്ക് തോന്നുന്നില്ല. കമ്പനി ഇത് ഇടണമെങ്കിൽ അവരെന്താണ് നിങ്ങൾക്ക് വേണ്ടി പൈസ തരണം എന്നുള്ള രീതിയിൽ ഇടണം. അപ്പോൾ ഒരു ബാക്കപ്പും ഒരു പാർട്ട്നേഴ്സും ഒരു കമ്പനി ഇതിലില്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് ഇതിൽ കൊണ്ട് പൈസ ഇടുക? തീർച്ചയായിട്ടും പൈസ ഇടില്ല. അതേപോലെ തന്നെ ഈ ഒരു ഏജിങ് സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞു, ഒരുപാട് വിദ്യാഭ്യാസവും ഒരുപാട് പൈസയുള്ള ആൾക്കാരാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, ഇടുന്നത്. അതേപോലെ തന്നെ നല്ല ജോലിയും ഒക്കെ ഉള്ള ആളുകളാണ് ഇടുന്നത്. അവർ ഈ ഫീൽഡിലൊന്നും വരില്ല. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഡേയ്സ് പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ എന്തായാലും മോർ അതേപോലെയുള്ള എഡ്യൂക്കേറ്റഡും ജോബും ഉള്ള പൈസയുള്ള ആൾക്കാരോട് പ്രൊമോട്ട് ചെയ്യാനാണ് അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഈവൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു 10 ടെലിഗ്രാം പ്രൊജക്റ്റ് കളിച്ച് കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നെറ്റ് കളിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ കളിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയോട് നിങ്ങൾ ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പും ചാർട്ടും ഈ ഫുൾ ഡീറ്റെയിലും ഒന്ന് എടുത്തിട്ട് അവൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ കാണിച്ചിട്ട് നീ ഈ ടോക്കൺ വാങ്ങി ഹോൾഡ് ചെയ്യോടാ, കൂടുതൽ കാലം ഹോൾഡ് ചെയ്ത് നമുക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടടാ, ഇതിന് എന്താണ് വിഷം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ആട്ടും. മനസ്സിലായോ? അങ്ങനെയാണ് ചെയ്യുക. അത്രത്തോളം ഈ ഒരു മാർക്കറ്റ് ക്യാപ്പും ഈ ഒരു രീതിയിലും വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഇപ്പോഴും വാങ്ങി വെച്ച് ഇപ്പോൾ വിറ്റ് കഴിഞ്ഞു, ഇല്ലെങ്കിൽ ഒരുപാട് ഞാൻ മേടിച്ചു, എനിക്ക് ഒരുപാട് നഷ്ടമായി, ഇനി വിറ്റാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നവർ, ഇനി അതെന്തായാലും പോയി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനി അത് ഹോൾഡ് ചെയ്യുക. ഇനി എപ്പോഴെങ്കിലും ഇതിനൊരു വാല്യൂ ഒക്കെ കൂടും, എപ്പോഴെങ്കിലും അവർ എന്തെങ്കിലും ഒരു ഹൈപ്പ് കൊണ്ടുവന്ന് ഇതിന് കൂട്ടാൻ നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, എന്തെങ്കിലും ഒരു ലാഭം കിട്ടും. നിങ്ങൾ ഇട്ട പൈസൻ്റെ ഒരു 10% കിട്ടും എന്നുള്ളൊരു കാര്യമുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടാവാം, ശരിയുണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ബിറ്റ്കോയിനായിട്ട് ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ബിറ്റ്കോയിനായിട്ട് കമ്പയർ ചെയ്യുന്നവരോട് ഞാൻ എത്രത്തോളം പറയുന്നത് എനിക്കറിയില്ല. ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ അതൊരു ഡീസെൻട്രലൈസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം, നിങ്ങളാണ് അതിൻ്റെ ഓണർ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ അപ്പെക്സ് ടോക്കൺ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്. ഇതിനാരാണ് മെയിൻറ്റെയിൻ ചെയ്ത്? ഡീസെൻട്രലൈസ് പ്രൊജക്റ്റ് ആണ്, ഇല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് പ്രൊജക്റ്റ് ആണ്, ഇല്ലെങ്കിൽ ഒരു വിഷൻ ഉണ്ടെങ്കിലും ഈ വിഷനൊക്കെ ആര് തീരുമാനിക്കണം? ആ ഒരു കമ്പനി ഓണർ തീരുമാനിക്കണം. ആ കമ്പനി ഓണർ തീരുമാനിച്ചാൽ മാത്രമാണ് ഈ വിഷനൊക്കെ പുറപ്പെടുകയുള്ളൂ. അപ്പോൾ അതേപോലെ നിങ്ങൾ ബിറ്റ്കോയിൻ എടുക്കുമ്പോൾ ബിറ്റ്കോയിൻ അങ്ങനെയല്ല. ബിറ്റ്കോയിൻ നമ്മൾ വിചാരിച്ച കാരണമാണ് ബിറ്റ്കോയിൻ ഇത്രത്തോളം വാല്യൂയിൽ എത്തിയത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ETHൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ETH എന്തിനാണ് ബിൽഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഈ സൂപ്പർ കമ്പ്യൂട്ടർ വെച്ച് നിറയെ ആപ്സ് അതിൽ തന്നെ ബിൽഡ് ചെയ്യാനാണ് ETHൻ്റെ ഒക്കെ. ആ ഒരു വിഷയം കൊണ്ടാണ് ETH എന്തായത് വളരെയധികം വാല്യൂ കൂടാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ XRP എന്തുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ട്രാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ XRP എന്തുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ലെയർ 2 സംതിങ് ഇത്രത്തോളം സ്റ്റെബിലിറ്റി, ഒരു 1500+ ട്രാൻസാക്ഷൻ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നടത്താൻ പറ്റുന്ന സ്റ്റെബിലിറ്റി ഉള്ള കാരണമാണ് XRP അത്രത്തോളം വാല്യൂ കൂടാനും അത്രത്തോളം പ്രൊജക്റ്റുകൾ അത് വാങ്ങാനും ബാങ്ക് ഇൻവെസ്റ്റേഴ്സും ബാങ്കിലൊക്കെ ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി അവരൊക്കെ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ടോക്കൺസ് ഒക്കെ നമ്മൾ ലോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എന്താണെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ അതൊക്കെയാണ് നീഡ്. അപ്പോൾ ഈ ഒരു അപ്പെക്സ് ടോക്കൺ എന്താണ് നീഡ്? അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പെക്സ് ടോക്കൺ എന്താണ് ഫ്യൂച്ചറിൽ നീഡ്? ഒരുപാട് ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാനാണോ അപ്പെക്സ് ടോക്കൺ ഉണ്ടാക്കുന്നത്? അതിന് എന്താണ് ഒരു വിഷൻ? യൂട്ടിലിറ്റി കൊണ്ടുവരണം, പൈ കൊണ്ടുവരണം, അങ്ങനെയുള്ള ആപ്പ് കൊണ്ടുവരണം എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ എപ്പോഴാണ് നടക്കാൻ പോകുന്നത്? ബൈനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ചിൽ ഇത് ലിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് അവിടെ ലിസ്റ്റ് ആവുള്ളൂ. അതേപോലെ തന്നെ ക്യൂകോയിനിൽ വരുന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ് ക്യൂകോയിനിൽ വന്നാൽ. പക്ഷേ ഈ ഒരു മാർക്കറ്റ് ക്യാപ്പും ഈ ഒരു വാല്യൂലും വന്നിട്ട് ഒരു ഉപകാരവും നിങ്ങൾക്കില്ല. അവിടെ ഒരുപാട് ട്രേഡ് കിട്ടും, കുറച്ചൊരു വാല്യൂവിൽ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും എന്നല്ലാതെ ഒരു വിഷയം ഈ ഒരു പ്രൊജക്റ്റിന് ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? ആൾറെഡി ഒരുപാട് ആൾക്കാരുടെ പൈസ പോയി ഞാൻ കണ്ടു. ഇനി ആ പൈസ പോകരുത്. ഈ പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരുടെ സൈഡിൽ നിന്നുള്ള ഈ ഒരു പ്രൊമോഷനും ഒന്നും ഫെയിലിയർ ആവാതെ വളരെയധികം നല്ല രീതിയിൽ പോവുകയാണെങ്കിലല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഞാൻ ഏതൊരു പ്രൊജക്റ്റിനെയും ചീത്ത ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ ഈ പൈസ കിട്ടിയിട്ടുള്ള ആൾക്കാർ, ഞാൻ ആ 10 വീഡിയോ നിന്ന് പൈസ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള വർത്തമാനമൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷമം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഇനി ഈ ഒരു അപ്പെക്സ്
ടോക്കനെ പറ്റി ഞാനൊരു വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടില്ല. അപ്പോൾ നിങ്ങൾക്കിത് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പോൾ മേ ബി വീഡിയോ കുറച്ച് ലാഗൊക്കെ ആയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറേ പൈസ ഉണ്ടാക്കുന്ന വല്ല പരിപാടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ കയറുക. നമ്മൾ ടെസ്റ്റ് നെറ്റ് ചെയ്യുന്നുണ്ട്, DP പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. മെയിൻ നെറ്റിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, പൈസ ഇടുന്ന കാരണം ഞാൻ എൻ്റെ ചാനലിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയും ഞാൻ പൈസ കൊണ്ടുള്ള കളികൾ ഒന്നും പറയില്ല, വളരെയധികം കുറവാണ്. എനിക്കത് തീരെ താല്പര്യമില്ലാത്തതാണ്. നിങ്ങളുടെ പൈസ പോയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അത്രത്തോളം വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയുന്ന ഒരു വ്യക്തി കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാത്തത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക. നമുക്ക് ഒരുപാട് ടെസ്റ്റിനൊക്കെ ഈ ഒരു ലാക്കൊക്കെ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ തന്നെ വെറും ആക്ടിവിറ്റീസ് കൊണ്ട് നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിലേക്കൊക്കെ നിങ്ങൾ കൂടുതൽ പഠിക്കുക. ഇപ്പോൾ 50 വയസ്സായിക്കോട്ടെ 30 വയസ്സായിക്കോട്ടെ ക്രിപ്റ്റോ പറ്റി അറിയാത്ത ആൾക്കാരാണെങ്കിൽ ചോദിക്കുക, ഡൗട്ടുകൾ ചോദിക്കുക. ഡൗട്ട് ചോദിച്ചെന്ന് പറഞ്ഞാൽ ടെലിഗ്രാമിൽ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു. ടെലിഗ്രാമിൽ ചോദിച്ചാൽ അവിടെ കമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ പുതിയ ആൾക്കാരോട് എന്താണ് പുതിയ അറിവ് എടുക്കുക എന്നല്ലാതെ അവർ പറയുന്നത് വിശ്വസിച്ച് അതിൽ കൊണ്ട് പൈസ ഇടുക എന്നുള്ളത് ആവരുത് നിങ്ങളുടെ ഒരു രീതി എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.